ഇത് പലർക്കും അറിയത്തില്ല. അഗ്രിമെന്റിൽ ഉള്ളതാണ്. ഒരു അനശ്വര രാജന്റെ ഒരു അല്ലല്ല ഒരു അനശ്വര രാജന്റെ ഒരു വരുന്നില്ല. ഇപ്പൊ ചേട്ടപ്പം വന്നിരിക്കുന്ന ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത് സിനിമയിൽ. അപ്പൊ അനശ്വര രാജന്റെ അടുത്ത് ഈ ഡയറക്ടർ പലവട്ടം വിളിച്ചിട്ട് അനശ്വര രാജൻ വന്നിട്ടില്ലെന്ന് പറയുന്നു. ഇന്ദ്രജിത്തും പറഞ്ഞിട്ട് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് പറഞ്ഞിട്ട് പോലും വരുന്നില്ല. അപ്പം ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അവരുടെ ഒരു കടമ തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു സിനിമ നമ്മൾ തുടങ്ങുന്ന സമയം തൊട്ട് നമ്മളൊരു എഗ്രിമെന്റ് ചെയ്യും. ഈ എഗ്രിമെന്റിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് ഒരു സിനിമയെ അവർ നമ്മളെ ശമ്പളത്തോട് പലർക്കും അറിയത്തില്ല. എഗ്രിമെന്റിൽ ഒരു ക്ലോസ് ആണ് നമ്മൾ ഇത്രയും ദിവസം ഇതിനു വേണ്ടി മാർക്കറ്റിംഗിന് വേണ്ടി ഇത്രയും ദിവസം അടക്കം ഉൾപ്പെടെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ കാരണം നമ്മൾ സിനിമയുടെ മെറിറ്റോ ഇതും ചിലപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് തോന്നി സിനിമ ഓടില്ല എന്ന് വെച്ച് തോന്നിയതിനു ശേഷം നമ്മൾ സിനിമ പ്രൊമോട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് കാര്യമില്ല. കാരണം നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു. പിന്നെ എഗ്രിമെന്റിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് അതിനെ മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തേ പറ്റൂ. അപ്പം അത് എന്താ പറയണ്ട, അങ്ങനെ ലീഗലി പോവാണെങ്കിൽ അവരെ നമുക്ക് എന്ത് സ്ക്രൂട്ടണി ഇന്ന് സംവിധാനം പറയുന്ന കേട്ടു. അതിൽ വാങ്ങിച്ചിട്ടുള്ള കാശല്ല എണ്ണി പറഞ്ഞ് വാങ്ങിച്ചിട്ടുള്ളതാണെന്നാണ് ആ സംവിധാനം പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒരു സംശയമില്ല. നമ്മളൊരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായിക്കോട്ടെ, ഏത് സിനിമ ആയിക്കോട്ടെ, ഇറസ്പെക്റ്റീവ് ഓഫ് സിനിമയുടെ ക്വാളിറ്റി മെറിറ്റ് അതൊക്കെ വിട്ടിട്ട് ആ സിനിമ അയാളുടെ സിനിമയല്ലേ, അദ്ദേഹത്തിന്റെ സിനിമയാണ്, ആ നടിയുടെ സിനിമയാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അവരതിനെ എന്തും ആയിക്കോട്ടെ അവരതിനെ മാർക്കറ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക തീർച്ചയായിട്ടും ചെയ്തു പറ്റും. കാരണം എല്ലാ സിനിമയുടെ പ്രൊമോഷനും ഞാൻ ചില സിനിമകളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ചില സിനിമയുടെ ഇടയിൽ നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും, ഡയറക്ടറായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ പോലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ സിനിമയുടെ കൂടെ നിന്ന് ആ സിനിമ മാർക്കറ്റ് ചെയ്തേ പറ്റും. ആ തരത്തിൽ പിണക്കങ്ങളും അണക്കങ്ങളൊക്കെ പ്രോസസ്സിനിടയിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രൊഡ്യൂസർ അതൊക്കെ ആലോചിക്കണമല്ലോ. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്താലും അതുകൊണ്ടാണല്ലോ നമുക്കൊക്കെ ഒരു ആൾക്കാർ നമുക്ക് ഒരു പ്രശ്നമില്ലാത്തതും അല്ലെങ്കിൽ പരാതി ഇല്ലാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഇത്തരം ജോലികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അതൊക്കെ വർക്ക് എത്തിക്സിന്റെ ഭാഗമാണല്ലോ. നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, നമ്മൾ കൃത്യസമയത്തിന് ജോലിക്ക് വരിക, കാര്യങ്ങൾ ചെയ്യുക. നടിയായിട്ടുള്ള അനശ്വര രാജൻ്റെ ഒരു ഇഷ്യൂ ഇപ്പം പുതിയതായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനശ്വര രാജ ഒരു സിനിമയിൽ ഇപ്പം അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൊമോഷനൊക്കെ വരാൻ പറഞ്ഞപ്പോഴത്തേന് അനശ്വരയ്ക്ക് വരാൻ താല്പര്യമില്ല എന്ന് ആ ഒരു ഡയറക്ടറിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കഴിഞ്ഞതിന് ശേഷം നടനായിട്ടുള്ള ഇന്ദ്രജിത്ത് ഒക്കെ ആ ഒരു കുട്ടിയെടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇതിനെക്കുറിച്ച് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അനശ്വരയ്ക്ക് അതിനകത്ത് വരാൻ താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഇത് ഭയങ്കരമായിട്ടുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു ഡയറക്ടറിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിനകത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതേ കണക്ക് പ്രൊമോഷന് വരാൻ പറഞ്ഞപ്പോഴത്തേന് വരാനോ താല്പര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ദ്രജിത്തിനടുത്ത് പറഞ്ഞു. പക്ഷേ ഇന്ദ്രജിത്ത് പറഞ്ഞിട്ടും അവർ അനശ്വര ഉണ്ടെങ്കിൽ വരാൻ താല്പര്യം കാണിച്ചിട്ടില്ല. ഈ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ കേൾക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ആ ഒരു സിനിമയുടെ ഫുള്ള് ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലുമാണ് പ്രൊമോഷനും കാര്യങ്ങളൊന്നും വരാത്തത്. എല്ലാ ആക്ടേഴ്സും സിനിമയുടെ പ്രൊമോഷൻ ആകുമ്പോഴത്തേനും അതിനെ സപ്പോർട്ട് ചെയ്യണം. ഇതിനെക്കുറിച്ചാണ് ധ്യാൻ ശ്രീനിവാസൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഓൺലൈൻ മീഡിയ ചോദിച്ച സമയത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ട ആ ഒരു ക്ലിപ്പിനകത്ത് കാര്യങ്ങൾ ധ്യാൻ ശ്രീനിവാസ ഓരോന്നായിട്ട് പറഞ്ഞു. നിങ്ങൾ ആക്ടർ ആണെങ്കിൽ ആ ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് കുറേ അധികം എഗ്രിമെൻ്റൊക്കെ എഴുതേണ്ടി വരും. ആ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ഇന്ന ഡേറ്റൊക്കെ വരേണ്ടി വരും. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എഗ്രിമെൻ്റ് എന്ത് ചെയ്യുന്നത്, സൈൻ ചെയ്യുന്നതൊക്കെ ആക്ടേഴ്സ് എല്ലാവരും ചെയ്യണം. അപ്പോഴത്തേനും ഇതേ കണക്ക് സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് വരത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ വരാതിരിക്കുകയാണ് ഇപ്പോൾ അനശ്വര രാജൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഡയറക്ടറിൻ്റെ ഇൻ്റർവ്യൂ വന്നതിന് ശേഷമാണ് ഇങ്ങനെ എഗ്രിമെൻ്റൊക്കെ ഒപ്പിട്ടതിന് ശേഷം ഇങ്ങനെ വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആ ഒരു സിനിമയുടെ ഫുള്ള് പൈസ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം കുഴപ്പം കറക്റ്റായിട്ട് വരേണ്ടതാണ്, ഒരു കുഴപ്പം വരേണ്ടതായിട്ടില്ലല്ലോ, കറക്റ്റായിട്ട് വരേണ്ടതാണ്. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല. ഇതിനെക്കുറിച്ചാണ് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത്. നിങ്ങൾ എന്താ പറയുക, ഒരു എഗ്രിമെൻ്റൊക്കെ വെക്കുന്ന സമയത്ത് അതിനകത്ത് പറയുന്നുണ്ട് കറക്റ്റായിട്ട് ഇന്ന സമയങ്ങളിൽ വരണം എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് വരണം. അതൊരു പ്രൊഫഷൻ്റെ ഭാഗമാണ് ഈ ഒരു ആക്ടിങ്ങിൻ്റെ. സോ ആ സമയത്ത് ഇതെല്ലാം എഗ്രിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിന് വന്നേ പറ്റത്തുള്ളൂ, അതിലൊരു മാറ്റവും ഇല്ലെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത്. സോ നിങ്ങളെന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.